നമസ്തേ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാകുന്നു. കഴിഞ്ഞ 3-4 മാസങ്ങളായി ചൊവ്വ കർക്കിടക രാശിയിൽ നീചസ്ഥനായി വന്നു. അതിനുശേഷം വക്രിയായി മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു. ഇപ്പോഴിതാ ആ ചൊവ്വ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക്, സ്വന്തം നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1200 മീനമാസം 20-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 3-ാം തീയതി പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക്, സ്വനീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും എന്തെന്ന് ആദ്യം പരിശോധിക്കണം. ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാകുന്നു. അതിൽ മേടം ചൊവ്വയുടെ മൂലക്ഷേത്ര ബലമുള്ള രാശിയാകുന്നു. ചൊവ്വയുടെ ഉച്ചരാശി മകരമാകുന്നു. ചൊവ്വയുടെ നീചരാശി കർക്കിടകവുമാകുന്നു. മകരം 27 ത്രിനവകം 27 ചൊവ്വയുടെ എക്സാൾട്ടേഷൻ പോയിൻ്റ്, അത്യുന്നതമായ പോയിൻ്റ്. അതേ ചൊവ്വ കർക്കിടകം 27 അതിൻ്റെ അതിനീചമായ അവസ്ഥയിലും എത്തിച്ചേരുന്നത്. ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മകേരം, ചിത്ര, അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ചൊവ്വയുടെ അധികാര പരിധിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കണം, ചൊവ്വ നീചരാശിയിലേക്ക് വരുമ്പോൾ മകേരം, ചിത്ര, അവിട്ടം നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാം. ചൊവ്വയെക്കൊണ്ട് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട 2 ദേവതകളെയാണ്. ചൊവ്വ യുഗ്മരാശിയിൽ, സ്ത്രീ രാശിയിൽ, ഫെമിനൈൻ സൈനിലാണെങ്കിൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും, ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ കുമാരൻ, സുബ്രഹ്മണ്യനെയുമാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ചൊവ്വ കർക്കിടകം സ്ത്രീരാശിയിൽ നീചരാശിയിലാണ് പ്രവേശിക്കുന്നത്. അതിനാൽ പലപ്പോഴും നമുക്ക് ഭദ്രകാളി വിധാനമായ പൂജകളും പ്രാർത്ഥനകളും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്താണ് ചൊവ്വയുടെ പ്രാർത്ഥന മൂലമന്ത്രം? ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഇതാണ് ചൊവ്വയുടെ മൂലമന്ത്രം. പ്രത്യേകിച്ച് മകേരം, ചിത്ര, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മന്ത്രം ചൊല്ലാം. അതേ രീതിയിൽ ചൊവ്വ നീചരാശിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം നന്നായി ചൊല്ലാം. 9, 18 അപ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് 9 108 തവണ മന്ത്രങ്ങൾ ചൊല്ലാം. മന്ത്രസംഖ്യ 108 ആകുന്നു. അതിനാൽ നിങ്ങൾ സൗകര്യമനുസരിച്ച്, ബലത്തിനനുസരിച്ച് 9, 18 തവണ അല്ലെങ്കിൽ 27, 36 തവണ നിങ്ങൾ ചൊല്ലുക. ഒരിക്കലും മന്ത്രം ചൊല്ലുമ്പോൾ വെറും തറയിലിരിക്കരുത്. ബെഡ്ഷീറ്റ് അഥവാ മാറ്റ് അല്ലെങ്കിൽ യോഗ മാറ്റ് ഇതിലൊക്കെ ഇരുന്നുകൊണ്ട് ചൊല്ലുക. നിങ്ങൾ മൂലാധാരത്തിന് ബലം വേണം. പലപ്പോഴും വെറും നിലത്തിരിക്കുമ്പോൾ, കിടക്കുമ്പോൾ മൂലാധാരം വളരെ വീക്കാവുന്നു. അതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇനി സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണെങ്കിൽ ഓം വജദ്ഭുവേ നമഃ. പ്രത്യേകിച്ച് ചൊവ്വ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ, മീനം രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനായി, വാഗ്പതിയായി 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, ബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത്. അവിടെ ഭദ്രകാളി മന്ത്രം പോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രവും ഉച്ചരിക്കാം. മിഥുനൻ രാശിക്കാർക്കും ബുദ്ധിസ്ഥാനത്തേക്ക് ചൊവ്വയുടെ വിശേഷ ദൃഷ്ടിയുണ്ട്. ചതുരസ്രമാണ്. 4ഉം 8ഉം ചൊവ്വയ്ക്ക് വളരെ ബലമുള്ള ദൃഷ്ടിയാണ്, വിശേഷ ദൃഷ്ടിയാണ്. ആ വ്യക്തികളും സുബ്രഹ്മണ്യ മന്ത്രവും ഭദ്രകാളി മന്ത്രവും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി മേടം മുതൽ 12 രാശിക്കാർ, മീനം വരെയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ഈ ചൊവ്വയുടെ മാറ്റം എപ്രകാരം ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ കാരകധർമ്മം നിർവഹിക്കുന്നു എന്ന് അറിയണം. ഭ്രാത സത്വം ച ഭൗമ ക്ഷിതിരഭി. തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. പിന്നെയോ സത്വം,
ആ ഇളകാത്ത മനസ്ഥിതി, സ്ഥൈര്യം, മനസ്സിൻ്റെ സ്ഥിരത, ഇത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. പിന്നെയോ ക്ഷിതിരവി, ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു ചൊവ്വ. അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് വരും. ഒരു ഗ്രഹം നീചത്തിൽ പോകുമ്പോഴെന്താ ചെയ്യുക? നീചഗ്രഹേ അധപ്പതനം. ഗ്രഹം നീചത്തിൽ വരുമ്പോൾ അധപ്പതനം, താഴോട്ട് പതിക്കുന്നു. സ്വവൃത്തേഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ കാരണം, തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ താഴോട്ട് പതിക്കുന്നു. ദൈന്യം, ദീനത വരുന്നു. ദുരാചാരം, വേണ്ടാത്ത ആചാരങ്ങളിലും സൗഹൃദങ്ങളിലും ചെന്ന് ചേരുന്നു. പേരുദോഷമുണ്ടാകുന്നു. ഋണാപ്തിമാഹുഹു, കടപ്പെട്ടു പോകുന്നു. നീചാശ്രയം, പറ്റാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. കീകടദേശവാസം, ഒരു സുഖവുമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ശീതസ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു. ഭൃത്യത്വം, ദാസനായി പോകുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു. അധ്വാനം, അനർത്ഥകാര്യം, അനർത്ഥങ്ങളുണ്ടാകുന്നു. ധനം നശിക്കുന്നു, മറ്റനർത്ഥങ്ങളും സംഭവിക്കുന്നു. വെറുതെ അധ്വാനം, വൃഥ അധ്വാനവും ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ പതിക്കുമ്പോഴുള്ള ഫലം. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇനി അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുന രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ശുഭാശുഭ ഫലങ്ങളെന്ന് പറയുമ്പോൾ ശുഭത്വത്തിന് അത്ര പ്രാധാന്യമില്ല. മിഥുനം രാശി എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹവും. ഇവിടെ മിഥുന രാശിക്കാർക്ക് ചൊവ്വ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ചൊവ്വയ്ക്കുള്ളത്. ഒന്ന് ലാഭാധിപത്യം, ലാഭാധിപനായ ഗ്രഹം. 2 രോഗാദി അരിഷ്ടതകൾ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം. ആദ്യം ലാഭവിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ലാഭാധിപനായ ഗ്രഹം ധനസ്ഥാനത്ത് വരുമ്പോൾ ധനലാഭമുണ്ടാകണം. അങ്ങനെയൊരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ. ചൊവ്വയും ചന്ദ്രനും കൂടി ഒന്നിച്ച് വന്നാൽ അത് ലക്ഷ്മി യോഗമാണ്, ശശിമംഗള സംയോഗമാണ്. ശശിമംഗള സംയോഗോ യസ്യ ജന്മനി വിദ്യന്തേ വിമുഞ്ചതി നദം ലക്ഷ്മീഹി ലജ്ജാം കുലവധൂമിവ. കുലവധുക്കളെ ലജ്ജ കൈവിടാത്തതുപോലെ ലക്ഷ്മിത്വം ഒരു വ്യക്തിയെ കൈവിടില്ല. അങ്ങനെയൊരു മഹത്തായ യോഗമുണ്ട് ജ്യോതിഷത്തിൽ, ലക്ഷ്മി യോഗം, ശശിമംഗള യോഗം എന്ന് പറയും. ഇവിടെ ലാഭാധിപനായ, ലാഭം തരുന്നത് ചൊവ്വ നിൽക്കുന്നത് ധനസ്ഥാനത്താണ്. ചൊവ്വ പാപഗ്രഹമാണ്. 2 സൂര്യൻ വന്നാൽ ഭൂരിദ്രവ്യോ നൃപഹൃതധനേ വക്രരോഗി ദ്വിതീയെ, ധാരാളം ധനമുണ്ടാകും. സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ കാശ് കൊണ്ടുപോകും. നേത്രരോഗമുണ്ടാകും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചൊവ്വ വന്നാൽ പറഞ്ഞിരിക്കുന്നത് കതന്നഹ എന്നാണ്. കുൽസിതം അന്നം അത്തി ഇതി കതന്നഹ, കുൽസിതമായ അന്നം ഭക്ഷിക്കുക. അതിനാൽ 2 ചൊവ്വയുള്ള വ്യക്തികൾ, സ്വതവേ മിഥുനൻ രാശിക്കാർക്കൊരു സ്വഭാവമുണ്ട്. മൃഷ്ടാന്ന ഭുക്കാണ് അവർ. നല്ലത് കണ്ടമാനം കഴിക്കും. ഭക്ഷണപ്രിയരാണ് മിഥുനൻ രാശിക്കാർ. അന്നപാന ഭോഗി, അന്നവും പാനവും, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, അതിൽ ഭൗതിക സുഖം കണ്ടെത്തുന്നവരാണ്. അതിനാൽ 2 ചൊവ്വ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഫുഡ് പോയ്സൺ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഉദരരോഗം വരും, അത് പൈൽസിലേക്ക് നയിക്കും. അതിന് പുറമെ 2ാം ഭാവം നിങ്ങളെ തൊണ്ടയാകുന്നു. പലപ്പോഴും മുള്ളുള്ള ആഹാരങ്ങൾ, കൊട്ടുള്ള ആഹാരങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ എന്തെങ്കിലും എടുത്ത് വായിലിട്ട് വിഴുങ്ങുക, ഗുളിക എടുത്ത് കഴിക്കുക. നമ്മൾ അശ്രദ്ധമായി വെച്ച കാര്യങ്ങളൊക്കെ കുട്ടികൾ കണ്ടുപിടിക്കും. പെട്ടെന്ന് വിഴുങ്ങുക, രോഗാദി അരിഷ്ടതകൾ വരും, ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വരും. അതിനാൽ ഭക്ഷണ വിഷയത്തിലും മരുന്ന് വിഷയത്തിലും കുട്ടികളുടെ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക. 2ാം ഭാഗം വാക്സ്ഥാനമാണ്. 2 ചൊവ്വ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ദുഷ്ടോക്തി, അനാവശ്യമായ വാക്കുകൾ സംസാരിക്കും. പാപേ വിത്തഗതേ സ്വ പൂർവ്വ നിജിത ദ്രവ്യക്ഷയ, 2 പാപഗ്രഹം വരുമ്പോൾ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. മുഖത്തിന് രോഗം വരും. ദക്ഷിണ അംബക രുചഹ, വലത്തെ കണ്ണിന് രോഗം വരും. ദുഷ്ടോക്തി, അനാവശ്യമായ വാദപ്രതിവാദം നടത്തും. ചൊവ്വ വാദപ്രതിവാദത്തിൻ്റെ ആളാകുന്നു.
പാത്രക്ഷതി, വിഭവങ്ങൾ നശിക്കും, ധനം നശിക്കും. അതിനാൽ മിഥുനൻ രാശിക്കാർ ശ്രദ്ധിക്കണം. ഋണാധിപൻ, 6-ാം ഭാവാധിപൻ, രോഗാധിപനാണ്, ഋണാധിപനാണ്. അയാൾ ധനസ്ഥാനത്ത് വരുമ്പോൾ അനാവശ്യമായി കടപ്പെട്ടു പോകും. ആവശ്യത്തിന് മാത്രം ധനം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടുപോകും മിഥുനൻ രാശിക്കാർ. ഈ 62 ദിവസം, ജൂൺ 6 വരെയുള്ള സമയം വളരെ ജാഗ്രത പാലിക്കുക. ഭവേത്തസ്യക്കും വിദ്യമാനേ കുടുംബേ ധനേ അങ്കാരകോ യസ്യലബ്ധേ ധനേക്കും എന്നാണ് ചമത്കാര ചിന്താമണി. 2-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ധനം കിട്ടിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. യഥാ ത്രായതേ മർക്കട ഖണ്ഡഹാരം, കുരങ്ങന് മാല കിട്ടിയതുപോലെയാണ് 2-ൽ ചൊവ്വയുള്ള വ്യക്തിക്ക് കാശ് കിട്ടിയത്. കുരങ്ങനറിയില്ല ഈ മാല ലക്ഷ്മിത്വമുള്ളതാണ്, സ്ത്രീകൾ തലയിൽ ചൂടുന്നതാണ്, ഇതെല്ലാം ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്, അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. കുരങ്ങൻ മാലയിട്ടാൽ കുരങ്ങൻ ഒന്ന് മണപ്പിച്ച് നോക്കിയത് 4 കഷ്ണമാക്കി അങ്ങ് ചാടും. അപ്രകാരമാകുന്നു മിഥുനൻ രാശിക്കാർക്ക് കാശ് കിട്ടിയാൽ. സുഖലോലുപരായ മിഥുനൻ രാശിക്കാർ കാശ് അടിച്ച് പൊളിച്ച് തീർത്ത് കളിയും. സുഖിക്കും ആ കാശിനെ കൊണ്ട്, ഒരാവശ്യവുമില്ലാതെ, ഒരു ഉപകാരവുമില്ലാതെ പൊങ്ങച്ചം കാണിക്കും. ഭക്ഷണ കാര്യത്തിലായാലും എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്ത് വാങ്ങുന്നത് കാര്യത്തിലായാലും അനാവശ്യമായി കാശ് നശിപ്പിക്കും. പുനഃസന്മുഖം കോ വ്രജേത് വാദഭക്ത, വാദത്തിൽ പരാജയപ്പെട്ട വ്യക്തി പിന്നെ തൻ്റെ അടുത്ത് വരില്ല. അതിനാൽ അത്യന്തം കഠോരങ്ങളായ വാക്കുകൾ, തൽക്കാലം വിജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ന്യായമില്ലാത്തതൊക്കെ പറയും. നിങ്ങൾ പല സ്ത്രീകളെയും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പല പുരുഷന്മാരെ ശ്രദ്ധിക്കുക. 2-ൽ ചൊവ്വയുള്ള എത്രയോ വ്യക്തികളെ എനിക്കറിയാം. അവർ പറയുന്നതിന് ഒരു കാമ്പും ഉണ്ടാകില്ല. നമ്മളോട് തർക്കിക്കുകയാണെങ്കിൽ തർക്കത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അന്യായങ്ങൾ പറയുന്നവർ. അതുകൊണ്ട് 2-ൽ ചൊവ്വയുള്ള വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കുക. വാക്കുകൾ വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക. ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മിത്രബാന്ധവാഹ ബന്ധനം ചെയ്വ ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മരണം ധ്രുവം. നാവിൻ തുമ്പിലാണ് നിങ്ങളുടെ ഐശ്വര്യം. നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ നാവാകുന്നു. നിങ്ങളെ ബന്ധിക്കുന്നതും നിങ്ങളെ നാവാകുന്നു. നിങ്ങളെ വധിക്കുന്നതും നിങ്ങളുടെ നാവാണ്. അതിനാൽ വാവിട്ട വാക്ക് കൈവിട്ട ആയുധം, ഇതെപ്പോഴും ശ്രദ്ധിക്കണം. അനാവശ്യമായ ഒരു വാദപ്രതിവാദവും മിഥുനൻ രാശിക്കാർ ചെയ്യേണ്ടതില്ല. ശ്രദ്ധിച്ച് നീങ്ങുക, ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. പരിഹാരങ്ങളൊക്കെ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ശാരീരികമായി കണ്ണുകളെ ശ്രദ്ധിക്കുക, വയറിനെയും ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാർക്കും ഞാൻ ശോഭനമായ 62 ദിവസക്കാലം ജൂൺ 6 വരെ മംഗളങ്ങൾ നേരുന്നു. ശ്രദ്ധിച്ച് നീങ്ങുക, കാശ് ചെലവഴിക്കുമ്പോൾ പ്രത്യേകിച്ചു. നമസ്തേ.